67 വയസ്സ് എനിക്കായി. ഇന്ന് വരെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഉരുൾപൊട്ടൽ. തൊട്ടപ്പുറത്ത് ഫോറസ്റ്റിൻ്റെ ഓഫീസുണ്ട്. അവർ തന്നെ വെള്ളത്താൽ ചുറ്റപ്പെട്ട് നിൽക്കുകയാണ്. 2 മണിയോടുകൂടി വെള്ളം ഇങ്ങോട്ട് കയറി, പാലം മൂടിയായിരുന്നു. അങ്ങോട്ടൊരു 50-60 വീടുണ്ട്. ആ വീടുകളെല്ലാം ഒറ്റപ്പെട്ട അവസ്ഥയാണ്. ഞങ്ങൾ കഴിഞ്ഞ 2018 ഇത്രയും വെള്ളം കയറിയിട്ടില്ല. താമസയോഗ്യമല്ല. ഞങ്ങളുടെ പെരയുടെ തൊട്ട് മണ്ട ഉരുള് വെട്ടി പെര മാത്രമേ ഉള്ളൂ. ഇതുപോലെ മഴ പെയ്താൽ വീണ്ടും ഇവിടെ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടാവും. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ്. വെള്ളം വന്നുകൊണ്ടിരിക്കുക, അതുകൊണ്ട് സാധനമെല്ലാം മാറ്റുക. 18 ഇത്രയും പ്രശ്നം വന്നില്ലായിരുന്നു. ഒരു രാത്രി തോരാതെ പെയ്തു മഴ. തുള്ളിക്കൊരു കുടം പോലെയായിരുന്നു പെയ്ത്ത്. നേരം പുലർന്ന് പുറത്തിറങ്ങിയപ്പോൾ കൺമുന്നിൽ പുഴ കുത്തിയൊഴുകി. കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നെങ്കിലും ഇങ്ങനെ ഒരു പെയ്ത്ത് അപ്രതീക്ഷിതമായിട്ടായിരുന്നു. ഇന്നലെ പകൽ ഇടവിട്ട് ചാറിയ മഴ സന്ധ്യയോടെ പലയിടത്തും പേമാരിയായി പെയ്തിറങ്ങി. രാത്രി മഴ ദുരിതം വിതച്ചപ്പോൾ കോട്ടയവും ഇടുക്കിയും പത്തനംതിട്ടയുമൊക്കെ നാടിനെയാകെ നടുക്കി. കോട്ടയം പൂഞ്ഞാർ പയ്യാനിത്തോട് നാടിന്റെ ഉള്ളുലച്ചു. വീട്ടമ്മ റജീന, മകൻ ജോസഫിൻ ജോണി എന്നിവരെയാണ് ഉരുൾ കൊണ്ടുപോയത്. യന്ത്രസഹായത്തോടെ നടത്തിയ തിരച്ചിലിനിടെ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷമാണ് രണ്ടാമത്തെ മൃതദേഹം കണ്ടെത്തിയത്. നാലിടങ്ങളിലാണ് കോട്ടയം ജില്ലയിൽ ഇന്നലെ ഉരുൾപൊട്ടിയത്. പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിലെ പയ്യാനിത്തോട്ടം എന്ന മേഖലയാണ്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ മലയിൽ നിന്നാണ് ഉരുൾ ആദ്യം ഉത്ഭവിച്ച് താഴേക്ക് വരുന്നത്. കല്ലും മണ്ണും മരങ്ങളും ഉൾപ്പെടെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്ത് ഒരു വീടുണ്ടായിരുന്നു. ആ വീട്ടിലേക്ക് വന്ന് പതിക്കുകയായിരുന്നു. എന്തായാലും നിലവിൽ ഇപ്പോൾ കണ്ടാൽ നോക്കിയാൽ അങ്ങനെ ഒരു വീടുണ്ടായിരുന്നു എന്ന് പോലും പറയില്ല. ആ തരത്തിൽ പൂർണ്ണമായും ഈ പ്രദേശമാകെ ഒലിച്ചു പോയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഈ അപകടം നടക്കുന്ന സമയത്ത് 2 പേർ ഈ വീടിനുള്ളിൽ ഉണ്ടായിരുന്നു. റജീനയും അവരുടെ മകൻ ജോസഫിനുമാണ് ഉണ്ടായിരുന്നത്. സാധാരണഗതിയിൽ മറ്റൊരു മകനും റജീനയുടെ ഭർത്താവും കൂടെ ഉള്ളതാണ്. പക്ഷേ ഇന്നലെ മഴ കാരണം എറണാകുളത്ത് ജോലി ചെയ്യുന്ന മകൻ ഇവിടേക്ക് വന്നില്ല. സമീപത്ത് തന്നെ മറ്റൊരു വയോധികൻ താമസിക്കുന്നുണ്ട്. അതിനാൽ തന്നെ വയോധികനെ കൂട്ടുകിടക്കുന്നതിന് വേണ്ടി ഭർത്താവായിട്ടുള്ള ജോണിയും അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ ഈ അപകടം നടക്കുന്ന സമയത്ത് 2 പേരാണ് ഉണ്ടായിരുന്നത്. ഈ 2 പേരും ഈ അപകടത്തിൽ മരിച്ചു. 3:15 തന്നെ തൊട്ട് സെർച്ച് തുടങ്ങിയിരുന്നു. അപ്പോൾ ഓൾറെഡി ഞങ്ങളിവിടെ അടുത്ത് തന്നെയായിരുന്നു ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് തന്നെ നമുക്ക് മെസ്സേജ് കിട്ടി ഉടനെ തന്നെ ഇങ്ങോട്ട് പോരുകയും ചെയ്യുമായിരുന്നു. ശ്രമകരമായിട്ടൊരു വർക്കായിരുന്നു. കാര്യം ശക്തമായ മഴയും ഒപ്പം ഈ പൂണ്ടിയ മണലുകളും മണലിൻ്റെയും കൊണ്ട് വർക്ക് ചെയ്യാൻ വളരെ പ്രയാസകരമായ ഒരു സാഹചര്യമായിരുന്നു. തുടച്ചു നീക്കപ്പെട്ടത് വീടുകളും കൃഷിയിടങ്ങളും അടക്കം മനുഷ്യന്റെ സ്വപ്നങ്ങളും സമ്പാദ്യങ്ങളുമാണ്. രാത്രി ഉറക്കത്തിനിടെ കുത്തിയൊലിച്ചെത്തിയ മണ്ണും ചെളിയും ഒരു ദുസ്വപ്നം കണക്കെ എല്ലാം തച്ചുടച്ചാണ് കടന്നുപോയത്. തീക്കോയി 30 ഏക്കറിലുണ്ടായ ഉരുൾപൊട്ടലിൽ 3 വീടുകൾ പൂർണ്ണമായി തകർന്നു. ഞങ്ങളിവിടെ വരുമ്പോൾ തൊട്ടപ്പുറത്ത് ഉരുൾ പൊട്ടിയെന്ന് പറഞ്ഞാണ് ഞങ്ങൾ വരുന്നത്. ഞങ്ങൾ വരുമ്പോൾ ഈ കാണുന്നതാണ്, ഈ റോഡ് കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ റോഡിനപ്പുറം ഏകദേശം ഒരു 5 കിലോമീറ്റർ ദൂരെ ഉരുൾ പൊട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അവിടെയും വലിയ തോതിൽ വീടുകൾക്കും മറ്റുമൊക്കെ വലിയ രീതിയിൽ കേടുപാടുകളും മറ്റുമൊക്കെ നാശനഷ്ടങ്ങളും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. അത് 2:30-3 മണി വരെ നല്ല മഴയായിരുന്നു. 12:01 മണി 2:30 ആയപ്പോഴത്തേക്കും ഭയങ്കര ശക്തമായ മഴയും ഇതുപോലെ വലിയ ഉരുളും വന്നു. നിങ്ങളിപ്പോൾ എങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുക? ഞങ്ങൾ എൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ പോവുക. ഇവിടെ താമസയോഗ്യമല്ല. ഞങ്ങളുടെ പെരയുടെ തൊട്ട് മണ്ട ഉരുള് വെട്ടി പെര മാത്രമേ ഉള്ളൂ. പിടിച്ചു പോയോ? എന്താ ഉണ്ടായേ? ഉരുള് പൊട്ടിയെന്ന് പറയാം. ഇവിടെ 2 വീടുണ്ട് നിശേഷം പോയത്.
ഇടുക്കിയിൽ 3ഇടങ്ങളിൽ ഉരുൾപൊട്ടി. ഇരച്ചെത്തിയ മലവെള്ളം 2ഇടങ്ങളിലായി 2 ജീവനുകളും കവർന്നു. കോലാഹലമേട്ടിൽ വീടിനു മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണാണ് പ്രഭാകരൻ നായരുടെ മരണം. അടൂർമല ഉരുൾപൊട്ടലിൽ വീട്ടമ്മ സുമതിക്കും ജീവൻ നഷ്ടമായി. ഭർത്താവ് രവിയും മകനും രക്ഷപ്പെട്ടു. പുലർച്ചെ 2 മണിയോടെയാണ് അടൂർ മലയിൽ ഉരുൾപൊട്ടലുണ്ടായത്. രവിയുടെ വീട് പൂർണ്ണമായും ഒലിച്ചുപോയി. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ആ മുകളിൽ നിന്നാണ് മണ്ണിടിഞ്ഞ് താഴേക്ക് വന്നിരിക്കുന്നത്. ഈ നിൽക്കുന്ന ഭാഗം, നമ്മളിപ്പോൾ നിൽക്കുന്ന ഭാഗത്താണ് വീടുണ്ടായിരുന്നത്. വീട് പൂർണ്ണമായും ഒലിച്ച് താഴേക്ക് പോയിരിക്കുന്നു. ഇപ്പോൾ അവശേഷിക്കുന്നത് അടുക്കളയുടെ ഒരു ഭാഗം മാത്രമാണ് അവശേഷിക്കുന്നത്. ഒരു മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ ഉരുൾപൊട്ടലുണ്ടായതിൻ്റെ താഴത്തേക്ക് ഏതാണ്ട് ഒരു 500 അടി താഴ്ചയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. NDRFിൻ്റെ സംഘവും ഫയർഫോഴ്സും ചേർന്നായിരുന്നു രക്ഷാപ്രവർത്തനം നടത്തിയത്. ഏതാണ്ട് രക്ഷാപ്രവർത്തനം നടത്തിയ ആദ്യ 2 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞു. 3 പേരാണ് അപകടത്തിൽപ്പെട്ടത്. അതിൽ രവി കാര്യമായ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. രവിയുടെ മകൻ രതീഷ്, അദ്ദേഹം ഈ മണ്ണിൽ പൂണ്ടുപോയിരുന്നു. രക്ഷാപ്രവർത്തകരാണ് അദ്ദേഹത്തെ പുറത്തേക്ക് എടുത്തത്. അദ്ദേഹം ഇപ്പോൾ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. എത്രയും പെട്ടെന്ന് ദുരന്ത മേഖല ഇനിയും ഉണ്ടാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സൈഡ് കെട്ടുന്നില്ല, മണ്ണ് മാത്രം എടുത്ത് പോകുന്നുള്ളൂ. അതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ ഈ ദൂരപരിധി ഇപ്പം 3.5 കിലോമീറ്റർ ഉണ്ട് കുളപ്പുറയിൽ നിന്ന്. ഇനിയിപ്പം വാഹന ഗതാഗതം പോകണമെങ്കിൽ ഒരുപാട് തടസ്സമാണ്. എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ 67 വയസ്സ് എനിക്കായി. ഇന്നുവരെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഉരുൾപൊട്ടൽ. ഭീഷണിയായിട്ട് എൻ്റെ വീടിനും കല്ലുകളൊക്കെ. ഞങ്ങൾക്ക് ഇവിടെ ഈ മുകളിൽ ഒരു വലിയൊരു കല്ലുണ്ട്. ആ കല്ലൊന്ന് പൊട്ടിച്ച് മാറ്റി. ഞങ്ങൾ 5 വീട്ടുകാർക്ക് ഭീഷണിയാണത്. അത് ഞങ്ങൾ പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തായിരുന്നു, വില്ലേജിൽ വില്ലേജ് തഹസിൽദാരൊക്കെ വന്ന് നോക്കിയതാണ്. എന്നിട്ടും ഒരു തീരുമാനം ഇതേവരെ ആയിട്ട്. മൂന്നാറടക്കം വിനോദസഞ്ചാര മേഖലകളിൽ മഴ ഇടവിട്ട് പെയ്യുകയാണ്. മലയോര പ്രദേശങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് പൂർണ്ണ നിയന്ത്രണം ഏർപ്പെടുത്തി. റാന്നി നഗരപ്രദേശത്തെ താഴ്ന്ന ഇടങ്ങളിലെല്ലാം വെള്ളം കയറി. 100 കണക്കിന് പേർ വീടുകളിൽ കുടുങ്ങി. ഫയർഫോഴ്സും നാട്ടുകാരും കുട്ടവഞ്ചി തുഴച്ചിൽക്കാരും പങ്കാളിയായ രക്ഷാദൗത്യം ദുരന്തമുഖങ്ങളിൽ നാടൊന്നുചേരുന്നതിന് മറ്റൊരുദാഹരണമായി. രാത്രി സമയത്ത് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് റാന്നി നഗരത്തിലുൾപ്പെടെ വലിയ തോതിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെട്ടത്, വെള്ളപ്പൊക്കം രൂപപ്പെട്ടത്. അതിനുണ്ടായ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് വടശ്ശേരിക്കരയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ലഭിച്ചത് അതിതീവ്ര മഴയായിരുന്നു. 361 മില്ലിമീറ്റർ മഴയാണ് വടശ്ശേരിക്കരയിൽ മാത്രം ലഭിച്ചത്. അതിനോടൊപ്പം തന്നെ കോന്നിയിലെ 2 മേഖലകളിൽ ഉരുൾപൊട്ടലുണ്ടായി. ഉരുൾപൊട്ടലിന് സമാനമായിട്ട് മണ്ണിടിച്ചിലുണ്ടായി. അതും കൂടെ ആയപ്പോഴാണ് ഈ പമ്പയാറ്റിലും അതുപോലെ തന്നെ കക്കട്ടയാറിലും മണ്ണ് ഇറങ്ങുകയും അതിനെ തുടർന്ന് വെള്ളപ്പൊക്കം രൂപപ്പെടുകയും ചെയ്തത്. ആ വെള്ളമാണ് ഈ റാന്നി നഗരത്തിലുൾപ്പെടെ വലിയ തോതിൽ ഇരച്ച് കയറിയത്. റാന്നിയിൽ ഞാനിപ്പോൾ ഈ നിൽക്കുന്ന റാന്നി വലിയ പാലത്തിന് സമീപമാണ്. ഈ റാന്നി വലിയ പാലത്തിന് അപ്പുറത്തേക്ക് നമുക്ക് ഗതാഗതം ഇല്ല. അവിടെ വെച്ച് ഗതാഗതം നിർത്തിവെച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടികൾ കടത്തിവിടുന്നില്ല. ഇതിന് അപ്പുറം നമുക്ക് ഈ കാണാൻ പറ്റുന്നത് പോലെ തന്നെ ഇത്രയും ദൂരത്തോളം ഏകദേശം മുഴുവനായും വെള്ളം കയറി കിടക്കുന്നൊരു സ്ഥിതിയാണുള്ളത്. തുണിക്കട ഇപ്പോൾ ഓണം വരുക, എല്ലാ സാധനവും എല്ലാം സ്റ്റോക്ക് ഒരു 10-75 ലക്ഷം രൂപയുടെ തുണിക്കടയിലുണ്ട്. വീട് എല്ലാം നശിച്ചിരിക്കുക. ഞങ്ങൾക്ക് കടയിൽ ഒന്നും ഒരു സാധനം പോലും മാറ്റാനുണ്ട്. 2018 മാറ്റാൻ അതിനെക്കാട്ടി കഷ്ടമായിരുന്നു. ഇത് ഒരു സാധനം പോലും മാറ്റാനും ഞങ്ങൾ ഇറങ്ങാൻ പറ്റിയില്ല. അപ്പത്തിന് റോഡ് ഫുള്ള് കവേർഡായി. 2018 ഇങ്ങനെ ഉണ്ടായിരുന്നു, പക്ഷേ പിന്നെ എക്സ്പെക്ട് ചെയ്തില്ല ഇത്രയും കയറുമെന്ന് വിചാരിച്ചില്ല. അതാ ഞങ്ങൾക്ക് ഇറങ്ങാനും പറ്റാഞ്ഞത്. ഈ വെള്ളം ഇവിടെ നിന്ന് ഇറങ്ങിയാൽ തന്നെ ആറന്മുള പ്രദേശത്തേക്കാണ് അടുത്തത് പോവുക. ആറന്മുള പ്രദേശം അതുപോലെ തന്നെ ചെങ്ങന്നൂർ, പാണ്ടനാട്, തിരുവല്ല പ്രദേശങ്ങളിലേക്ക് ഈ വെള്ളം ഒഴുകിയെത്തും. ആ ഒഴുകിയെത്തുന്ന സമയത്ത് മഴ ശാശ്വതമായിട്ട് നിന്നെങ്കിൽ മാത്രമേ ഈ പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറാതെ ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ആളപായമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. പക്ഷേ പല ഭാഗങ്ങളിലും വീടുകൾ ഒറ്റപ്പെട്ടു. വീടുകളിൽ നിന്നുള്ള ആളുകളെ ഇവിടേക്ക് ഇത്തരത്തിൽ വഞ്ചികളിലുമൊക്കെയാണ് റെസ്ക്യൂ ചെയ്ത് ഇവിടേക്ക് എത്തിച്ചത്. അത്തരം സാഹചര്യങ്ങൾ ഉണ്ടായി. എന്നാൽ കോന്നി പ്രദേശത്ത് 2 ഉരുൾപൊട്ടലുണ്ടായി. അതിൽ ഒരു ഭാഗത്ത് മണിയാർ ഡാമിൻ്റെ ഭാഗത്ത് 2 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. വീടുകൾ നമുക്ക് പരമാവധി ഒഴിവാക്കാനുള്ള ഇപ്പം കുറച്ച് അങ്ങനെ അത്യാവശ്യമുള്ളവരൊക്കെ മാറ്റിയിട്ടുണ്ടോ? സേഫാണ്. ഇതുവരെ വേറെ അങ്ങനെ കാഷ്വാലിറ്റീസ് ഒന്നുമില്ല. പത്തനംതിട്ടയിലും മഴ തിമിർത്തു പെയ്തു. വടശ്ശേരിക്കര, ലാഹ എന്നിവിടങ്ങളിൽ മഴ ഉയർന്ന തോത് രേഖപ്പെടുത്തി. പമ്പയും കക്കാട്ടാറുമടക്കം കരകവിഞ്ഞു. മഴക്കെടുതി ജീവൻ കവർന്നില്ലെങ്കിലും
റാന്നി, തീക്കൊഴൂർ, ആറന്മുള, മാലക്കര മേഖലകളുടെ ജീവനോപാധിയെ തൊട്ടൊഴുകുകയാണ്. റിസോർട്ടിൽ കുടുങ്ങിക്കിടന്നയാളെ ഇപ്പോൾ പുറത്തേക്ക് എത്തിക്കുകയാണ്. കാലൊടിഞ്ഞു കിടന്നയാളാണ്, അതിനാൽ നടന്നു വരാൻ കഴിയുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. കഴുത്തിന് മുകളിലാണ് ഈ അവിടേക്ക് പോകുമ്പോൾ വെള്ളമുള്ളത്. ഇവിടെയുള്ള ആളുകളുണ്ട്. ഇത് എന്ത് പറ്റിയതാണ്? അദ്ദേഹം ഒരു ഫോട്ടോഗ്രാഫറാണ്. ഗസ്റ്റിന് ഒരു ഫെസ്റ്റിവലിന് വന്നതാണ്. ഫോട്ടോഗ്രാഫറാണ്. അദ്ദേഹത്തിന് കാല് തെന്നി വീണ് ഒടിഞ്ഞതാണ്. അങ്ങനെ അദ്ദേഹം ഈ അപ്പുറത്ത് പമ്പയാറിൻ്റെ തീരത്ത് ഈ ആ റിസോർട്ടിൽ കുടുങ്ങി കിടക്കുകയായിരുന്നു. അവിടെ നമ്മൾ മാറ്റുകയാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട്. അവിടെ റിസോർട്ടിൽ വേറെ ആളുകളുണ്ടോ? ഇല്ല, അവർ 3-4 ഗസ്റ്റുകളെ ഉള്ളൂ. അവരെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രദേശത്ത് വെള്ളം കയറി കിടക്കും. വീട് പുറയുന്ന വീടുകളിൽ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കയറ്റമാണ്. ഇനിയിപ്പോ വളരെ പെട്ടെന്നാണ് വെള്ളം ഉയർന്നു വന്നത്. പുനലൂർ മൂവാറ്റുപുഴ പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. മാത്രമല്ല, ഉൾനാടൻ പ്രദേശങ്ങളിലെ ചെറുവഴികളിലെല്ലാം വെള്ളം നിറഞ്ഞുകിടക്കുകയാണ്. ആറന്മുള, മാലക്കര, സീതത്തോട്, ചിറ്റാർ, കോന്നി, അരുവാപ്പുലം മേഖലകളും കെടുതിയുടെ പിടിയിലാണ്. മലയോര മേഖലയിൽ മാത്രമല്ല, പമ്പയാർ ഒഴുകി വരുന്ന കരകളിലെല്ലാം സമാനമായ രീതിയിലുള്ള ഭീതിയിലാണ് ജനങ്ങൾ. ഞാനുള്ളത്, അല്ലെങ്കിൽ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരു പുഴയോ തോടോ ഒന്നുമല്ല. റോഡിൽ കൂടി വെള്ളം, പമ്പയാറിലെ വെള്ളം കുത്തി ഒലിച്ചു വരുന്ന, കുത്തി ഒലിക്കുക എന്ന് തന്നെ പറയാം. നമ്മൾ ഈ സാധാരണ നിലയിൽ ആ പ്രളയ സ്ഥലത്തൊക്കെ കാണുന്ന, അല്ലെങ്കിൽ ഈ ഉരുൾപൊട്ടുന്ന സ്ഥലത്തൊക്കെ കാണുന്ന രീതിയിൽ വെള്ളം കുത്തി ഒലിച്ചു വരികയാണ്. എപ്പോഴാണ് ഇങ്ങനെ ഇത്രയും വലിയ ഒഴുക്ക് വന്നത്? പിന്നെ ഒരു 7:15 കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്താണ് പോയത്. അപ്പോൾ ഞങ്ങൾ പോയി ആദ്യം വെള്ളമെല്ലാം സാധനങ്ങളെല്ലാം ഷിഫ്റ്റ് ചെയ്യുമായിരുന്നു. എല്ലാം സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്തു. അവിടെ നമ്മുടെ മാലക്കര പള്ളിയോടമുണ്ട്. മാലക്കര പള്ളിയോടത്തിന് സേഫായിട്ട് ഒരു സ്ഥലത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ നിമിഷങ്ങൾക്കുള്ളിൽ ഏകദേശം 1-1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ നിൽക്കുന്നിടം പൊങ്ങി വെള്ളം പോയി വരുന്നു. 2018 ഏകദേശം അതേപോലെ ഒരു സാഹചര്യം ഇപ്പോൾ വന്നു. കഴിഞ്ഞ 2018 വെള്ളം പൊങ്ങിയപ്പോൾ ഒരു സാവധാനത്തിൽ വന്ന് ഒരു രാവിലെ തുടങ്ങി വൈകിട്ടായപ്പോഴത്തേക്കാണ് ഇവിടെ വെള്ളം കയറി. അപ്പോൾ എല്ലാവർക്കും ഒരു ജാഗ്രത മുൻകരുതൽ എടുത്തുകൊണ്ട് അങ്ങോട്ട് സഹായിക്കാൻ പറ്റി. ഇതിപ്പോൾ സഹായിക്കാൻ പറ്റാത്ത ഇതിന് നമ്മുടെ ഗവൺമെൻറ് സർക്കാരൊക്കെ എന്ത് ചെയ്യുന്നു? മഴയ്ക്ക് നേരിയ ശമനമാണുള്ളത്. കിഴക്കൻ വെള്ളത്തിന്റെ വരവിൽ നെടുവീർപ്പിടുകയാണ് ജില്ലയുടെ പടിഞ്ഞാറൻ മേഖല. ആലപ്പുഴ ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളും വെള്ളപ്പൊക്ക ഭീതിയിലാണ്. ആറന്മുള ജംഗ്ഷനിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, വീടുകളിലെല്ലാം വെള്ളം കയറിയിരിക്കുന്നു. റോഡിലൂടെയാണ് പോകുന്നത്. JCBയിലാണ് ഈ പല ആളുകളും കുടുങ്ങിക്കിടക്കുന്നു. അവരെ രക്ഷിച്ച് പുറത്തേക്ക് കൊണ്ടുവരാനാണ് ഈ JCBയിൽ ആളുകൾ അപ്പുറത്തേക്ക് പോകുന്നത്. JCB ഉപയോഗിച്ച വഴിയിലുള്ള പ്രശ്നങ്ങൾ മാറ്റുകയാണ്. ഇവിടെ ഈ ഓടയും മറ്റുമൊക്കെ ഉണ്ട്. ഈ ഓട ഏതാണ്, അതോടൊപ്പം തന്നെ സൈഡിൽ പാടമുണ്ട്. ആ പാടം ഏതാണ്, റോഡ് ഏതാണെന്നും തിരിച്ചറിയാൻ കഴിയുന്നില്ല. തെക്കൻ മേഖലയിൽ മഴ ശക്തമാവുകയാണെങ്കിൽ കൂടുതലായിട്ട് നമ്മളിവിടെ മുൻകരുതലുകൾ എടുക്കേണ്ടതായിട്ട് വരും. എന്തായാലും വലിയ പ്രതിസന്ധിയാണ് ആറന്മുള നേരിടുന്നത് എന്ന് തന്നെ പറയാം. ഇനിയിപ്പോൾ ഈ മഴ നീണ്ടു നിൽക്കുകയാണെങ്കിൽ അത് പ്രതിസന്ധി ഇരട്ടിയായി മാറും. ആശങ്കപ്പെടാനുള്ളൊരു അവസ്ഥയുണ്ടോ? അല്ല, വെള്ളം കൂടുന്നുണ്ട്. മഴ പെയ്യുന്നത് തുടരുകയാണ്. അതുകൊണ്ട് നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വഴി ഭരണകൂടം എല്ലാവരോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഈ താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരത്തുള്ളവരും പൂർണ്ണമായും അവിടുന്ന് ഒഴിഞ്ഞ് ഗവൺമെൻറ് ഏർപ്പെടുത്തിയിരിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറണം. ഒരു സാഹചര്യം നമ്മൾ മുൻകരുതലായി എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇവിടെ എല്ലാ ക്യാമ്പിനുള്ള എല്ലാ ഫെസിലിറ്റീസും ഒരുക്കിയിട്ടുണ്ട്. റവന്യൂ വകുപ്പും സർക്കാരും ചേർന്ന് ഒരുക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്തും കൊല്ലത്തും മത്സ്യബന്ധനയാനങ്ങൾ അപകടത്തിൽപ്പെട്ടു. ഇന്നലെ അടിമലത്തുറ, വിഴിഞ്ഞം തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയിട്ടുള്ള 7 ബോട്ടുകളിലാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിൽ 10-ലേറെ പേരെ കാണാതായതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. അതിൽ ഒരാളെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു. മറ്റ് മത്സ്യബന്ധന ബോട്ടുകളിലൂടെയാണ് വിഴിഞ്ഞത്തുനിന്ന് പോയവരെ കൊണ്ടുവന്നത്. വിഴിഞ്ഞം, ശംഖുമുഖം എന്നിവിടങ്ങളിലേക്ക് രക്ഷാപ്രവർത്തനം, അവിടെ പുറംകടലിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. അവിടങ്ങളിലേക്ക് രക്ഷാപ്രവർത്തനത്തിനുള്ള ആളുകൾ പോയിട്ടുണ്ട് എന്നാണ് കോസ്റ്റൽ ഗാർഡ് അറിയിക്കുന്നത്. മന്ത്രി CP ജോൺ വിഴിഞ്ഞത്തെത്തി നേരിട്ട് സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പൂന്തുറ പ്രദേശത്തും ഒരു മത്സ്യത്തൊഴിലാളിയെ കാണാനില്ല എന്നുള്ള റിപ്പോർട്ടുണ്ട്. ഇവരെല്ലാം തന്നെ സുരക്ഷിതമായി എത്തിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴും ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. കാലാവസ്ഥ രൂക്ഷമായിട്ടുള്ള കാറ്റ് മാറുന്നതനുസരിച്ച് ഇവരെ തിരിച്ച് എത്തിക്കാമെന്നുള്ള പ്രതീക്ഷയാണുള്ള വിഴിഞ്ഞത്തുള്ളവർക്കുള്ളത്. മുതലപ്പുഴയിലെ ജനങ്ങളുടെ കണ്ണീരുണങ്ങുന്നില്ല.
അവരുടെ ദുരിതത്തിന് ഒരു ശമനമുണ്ടാകുന്നില്ല. ഇന്നലെ രാത്രി 9:30യോടുകൂടിയാണ് മത്സ്യബന്ധനത്തിന് പോയി മടങ്ങി വരും വഴി 2 യുവാക്കൾ മുതലപ്പുഴയിൽ അപകടത്തിൽപ്പെട്ടതായി വാർത്ത പുറത്തുവരുന്നത്. മുതലപ്പുഴയിൽ വെച്ച് ശക്തമായ തിരമാലയിൽപ്പെട്ട് കാരിയർ ബോട്ട് ചെരിയുന്നതും ഫ്രീമോനും ഷിജിനും അപകടത്തിൽപ്പെടുന്നതും. ഒപ്പമുണ്ടായിരുന്നവർ രക്ഷിക്കാൻ അവർക്കാവും വിധം ശ്രമിച്ചെങ്കിലും നടന്നില്ല. ആ സമയം തന്നെ അവർ ഓടി കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ എത്തിയെങ്കിലും രക്ഷിക്കാനുള്ള ഒരു മനോഭാവം അല്ലെങ്കിൽ സഹായിക്കാനുള്ള ഒരു മനോഭാവം അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ കാണിച്ചില്ല എന്ന് ഇവർ ആരോപിക്കുകയാണ്. പേപ്പർ എന്ന് പറഞ്ഞാൽ ഒരാളുടെ വള്ളമാണ് ഇവിടെ വന്ന് പോസ്റ്റ് പോലീസിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ അവർ 2 ബോയ കൊടുത്തിട്ട് നിങ്ങൾ തന്നെ തെരച്ചിൽ നടത്തണമെന്ന് പറഞ്ഞു. പോസ്റ്റ് പോലീസ് ജലകന്യകയോ അല്ല മറ്റേ വള്ളം ചെറുത് ഇപ്പം തെരച്ചിൽ നടത്തുന്ന വള്ളം ഉണ്ടെന്നെങ്കിൽ ആ നിമിഷം അവരെ രക്ഷപ്പെടുത്താറുണ്ട്. കലിതുള്ളിയ കാലവർഷം 2 കുരുന്നു ജീവനുകൾ കൂടി കവർന്നു. മലപ്പുറം വണ്ടൂർ തിരുവാലിയിൽ ഒഴുക്കിൽപ്പെട്ടാണ് 2.5 വയസ്സുകാരന്റെ മരണം. അബ്ദുൽ മുനീർ തസ്ലീമ ദമ്പതികളുടെ മകൻ അബ്ദുൽ മുഹൈനാണ് ദാരുണാന്ത്യം സംഭവിച്ചത്. കോട്ടയം വാകത്താനത്താണ് മറ്റൊരു സംഭവം. ചക്കഞ്ചിറയിൽ ജൽജീവൻ മിഷൻ വാട്ടർ ടാങ്കിനു വേണ്ടിയെടുത്ത കുഴിയിലെ വെള്ളക്കെട്ടിൽ വീണ് 11 വയസ്സുകാരൻ മിലൻ കെ ഷിജു മരിച്ചു. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളും കെടുതികളുടെ പിടിയിലാണ്. കണ്ണൂർ ചെറുപുഴ തയ്യേനിയിൽ ഉരുൾപൊട്ടലുണ്ടായി. കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിൽ അതിശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ്. ഏതാണ്ട് രാവിലെ മുതൽ തുടങ്ങിയ മഴയ്ക്ക് യാതൊരു ശമനവും ഈ സമയം വരെ ഉണ്ടായിട്ടുമില്ല. ഇപ്പോൾ ഈ വട്ടിയാന്തോട് പാലമാണ് നമുക്ക് പിറകിൽ കാണുന്ന ഈ സ്ഥലം. ഈ ഭാഗം ശരിക്കും 2 ഭാഗമായി ഒറ്റപ്പെട്ട അതേ അവസ്ഥയിലാണ്. സാധാരണ രീതിയിൽ ഇങ്ങനെ മഴ പെയ്ത് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ കാലാങ്കി ഇവിടുന്ന് കുറച്ചപ്പോൾ കർണാടക ഫോറസ്റ്റ് ആണ്. ഫോറസ്റ്റിൽ ഉരുൾപൊട്ടുന്ന സമയം എല്ലാ ശക്തമായ മഴകളിലും ഉരുൾപൊട്ടാറുണ്ട്. അപ്പോൾ ഇതിന്റെ പാലം എന്തൊരാവശ്യം ഒരുപാട് വർഷങ്ങളായിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തവണ ഫണ്ട് അതിന് അനുവദിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ പണി നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വെള്ളം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വട്ടിയാന്നൊരു ടൗണാണ്. ടൗണിനടക്കം വെള്ളം കയറുന്നൊരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇതിനപ്പുറത്തെ ഭാഗത്ത് മണിക്കടവ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. മണിക്കടവായിട്ട് ഈ പ്രദേശത്തുള്ള മണിക്കടവാണ് സ്കൂളുകൾ, കോളേജസ് ഒക്കെ ഉണ്ട്. അപ്പം ഇവിടുത്തെ ജനങ്ങൾക്ക് ആശ്രയം ഈ വഴി തന്നെ ഉള്ളൂ. ഇല്ലെങ്കിൽ ഇവിടുന്ന് 5 കിലോമീറ്റർ അപ്പുറം പോയിട്ട് വേറെ വഴി കൂടി മുച്ചാട് വഴി കൂടി പോകേണ്ടതുണ്ട്. ഈ ബസ് സർവീസ് ഒക്കെ ഇപ്പം നിലച്ചിട്ടാണുള്ളത്. ബസ് സർവീസ് ഈ വഴിയുള്ള എല്ലാ ബസ്സും ഇവിടം വരെ വട്ടിയാന്തോട്ടിൽ സ്റ്റോപ്പാക്കി ഇവിടുന്ന് തിരിച്ചു പോകും. ശരിക്കും കാണുമ്പോൾ പേടിയാവുന്ന ഒരു അവസ്ഥ. അത് ഏത് സമയം വെള്ളം കൂടാ നമുക്കത് പ്രവചിക്കാൻ പറ്റില്ല. കാരണം ഫോറസ്റ്റിൽ എപ്പോഴാണ് ഉരുൾ പൊട്ടുന്നത് നമുക്ക് മുൻകൂട്ടി പ്രൊഡിക്ട് ചെയ്യാൻ പറ്റില്ല. കൂടിക്കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ ഇവിടെ വെള്ളം കൂടും. ഇതിനപ്പുറം വേറൊരു പാലമുണ്ട്, ഒരു ചപ്പാത്ത് പാലം എന്ന് പറഞ്ഞിട്ട് മാത്രമേ അതൊക്കെ ഓൾറെഡി മൂടി കഴിഞ്ഞിരിക്കുന്നു. മഴ നിർത്താതെ പെയ്യുകയാണ്. ശക്തി കൂടിയും കുറഞ്ഞും നിൽക്കുന്നുണ്ട്. അതിലും ഈ താഴ്ന്ന മേഖലകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു എന്നത് വലിയ പ്രയാസമായി മാറിയിട്ടുണ്ട്. കോഴിക്കോട് നഗരത്തിൽ മാവൂർ റോഡിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. കോട്ടുളിയിലാണ് ഇങ്ങനെ വലിയ അളവിൽ തന്നെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുള്ളത്. ഗതാഗതം വലിയ പ്രയാസത്തിലേക്ക് പോയിട്ടുണ്ട്. വലിയ ദുരിതമുണ്ടായ ജില്ലകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ താരതമ്യേന ബുദ്ധിമുട്ടുകൾ അങ്ങനെ കുറവാണ് എന്നുള്ളതാണ് ആശ്വാസമായി നിൽക്കുന്ന ഒരു കാര്യം. കൽപ്പറ്റ നഗരസഭാ പരിധിയിലെ ഓണിവയൽ നിരവധി വീടുകൾ ഭീഷണിയിലായിരിക്കുന്നത്. ഇതൊരു കുന്നിന് മുകളിലാണ്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലത്ത് നിന്ന് മണ്ണ് ഇടിച്ച് ഇപ്പുറത്ത് താഴ്ന്ന സ്ഥലത്തേക്ക് ആ മണ്ണ് തള്ളിയിരിക്കുകയാണ്. ആ പുതിയതായി മണ്ണിട്ട സ്ഥലമാണ് ഈ ടാർപോളിൻ ഷീറ്റ് വെച്ച് കവർ ചെയ്തിരിക്കുന്നത്. മണ്ണുമാന്തിയും ടിപ്പറും അടക്കം വില്ലേജ് ഓഫീസർ പിടിച്ച് കൊണ്ടുപോയി. അതിനുശേഷവും ഈ അനധികൃത മണ്ണിടൽ തുടർന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും മഴ ശക്തമായതോടെ വലിയ ഭീഷണിയിലാണ്. ദേശീയപാതയ്ക്ക് തൊട്ടടുത്താണ് ഈ സ്ഥലം. ഇവിടെ പണിയെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ശേഷം അവർ JCB കൊടുത്ത് മൊത്തം മണ്ണും കൊടുത്ത് നിരത്തിയിട്ട് ഇവിടെ പ്ലാസ്റ്റിക് ഇട്ട് മൂടുകയാണ് ചെയ്ത്. സർവ്വജീവജാലങ്ങളും മഴക്കെടുതിയുടെ പിടിയിലായിരുന്നു. പ്രാണനും ജീവിതത്തിനുമായി അവ പോരാട്ടത്തിലാണ്. വയനാട് തലപ്പുഴ കമ്പിപ്പാലത്ത് വെള്ളക്കെട്ട് കാരണം വീടിന്റെ ടെറസിൽ കുടുങ്ങിയ നായ്ക്കുട്ടികളിലേക്കുമെത്തി രക്ഷാകരങ്ങൾ. കോഴിക്കോട് വില്യാപ്പള്ളിയിൽ വെള്ളക്കെട്ടിലകപ്പെട്ട മുള്ളൻപന്നി.
എൽനിനോ പ്രതിഭാസം മഴ കുറച്ചുവെന്ന ആശങ്കയ്ക്കിടെയാണ് കാലവർഷം പൊടുന്നനെ കനത്തതും കലിതുള്ളിയതും. കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു. എന്നാൽ സാധാരണ സംഭവിക്കുന്നതിനുമപ്പുറം മറ്റൊന്ന് ആരും പ്രതീക്ഷിച്ചില്ല. അതിതീവ്ര മഴയും മേഘവിസ്ഫോടനവും സൃഷ്ടിക്കുന്ന ആഘാതം നമുക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ്. പ്രകൃതി ആകെ മാറുന്നു. സൂചനകൾ പുതിയ പാഠങ്ങളാകണം. പ്രതിവിധികൾക്ക് അവ ചൂണ്ടുപലകകളാകുകയും വേണം. മുൻപും കർക്കിടകത്തിൽ കടൽ കലിപൂണ്ടിരുന്നു. കാലവർഷ മഴ തിമിർത്ത് പെയ്തിരുന്നു. ഓരോ ദുരന്തവും പരിഹരിക്കാനാകാത്തത്ര നഷ്ടങ്ങളാകും സൃഷ്ടിക്കുക. ആശ്വാസമേകേണ്ടത് സഹജീവികളും സർക്കാരുമാണ്.